ചെയ്യണം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജെയ്ക്സിന്റെ പേര് ആദ്യം നിസാമിനോട് പറഞ്ഞപ്പോൾ നിസാമിനോട് പറഞ്ഞു, ആ ജെയ്ക്സ് ഇങ്ങനെ ഒരു കൺവെൻഷണൽ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറല്ലേ, നമ്മുടെ സിനിമ ജെയ്ക്സിന്റെ ഒരു ഏരിയ ആണോ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ അന്ന് നിസാമിനോട് പറഞ്ഞതാണ് ഞാൻ ഇന്നിവിടെ ആവർത്തിക്കുന്നത്. ഈ കൺവെൻഷണൽ ക്ലാസിക് കമേഴ്ഷ്യൽ മാസ് സിനിമകളിൽ ജെയ്ക്സ് ബിജോയ് എന്ന അബ്സല്യൂട്ട് നമ്പർ 1 ആണ്. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നോബഡിയിലെ ജെയ്ക്സ് ബിജോയ് ആണ് യഥാർത്ഥ ജെയ്ക്സ് ബിജോയ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് ജെയ്ക്സിനെ അറിയാവുന്നത് കൊണ്ട് ഇതാണ് ജെയ്ക്സിന്റെ ഹോം ഗ്രൗണ്ട് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൂടുതൽ പറയാൻ കാരണം ജെയ്ക്സ് ചെയ്ത ആദ്യത്തെ നോബഡിയിലെ പാട്ട് നിങ്ങളിപ്പോ ഇവിടെ കേൾക്കും. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഇത് എല്ലാവരും പേഴ്സണൽ ആണല്ലോ, സബ്ജക്റ്റ് ആണോ, ഞാൻ പറയുന്നത് തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഓഫ് കോഴ്സ് യു ആർ ഫ്രീ ടു തിങ്ക് ഓഫ് ഇറ്റ് ദാറ്റ് വേ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന പാട്ട് കഴിഞ്ഞൊരു 2 to 3 weeks മുമ്പാണ് ജെയ്ക്സ് ആദ്യം എനിക്ക് അതിന്റെ ഒരു ട്രാക്ക് അയച്ചിരുന്നത്. ഞാൻ എന്റെ സിനിമകളിൽ ജെയ്ക്സ് ചെയ്ത പാട്ടുകളിൽ രണം എന്ന സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട പാട്ടാണ് ഇപ്പൊ നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്. ഐ